കഴിഞ്ഞ ദിവസം നമ്മുടെ കൊച്ചിയിൽ ഒരു വിസ്മയം തന്നെ നടന്നു. 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് സമർപ്പിച്ച ഒരു ചടങ്ങ്. വികസനം എന്നാൽ വെറും വാചക കസർത്തല്ലെന്ന് തെളിയിക്കുന്ന പദ്ധതികൾ. പക്ഷേ അവിടെ ഒരു വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. കേരളത്തിന്റെ ക്യാപ്റ്റൻ ഇരട്ടച്ചങ്കൻ എന്ന അനുയായികൾ വിളിക്കുന്ന പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിപ്പടയും ആ പരിസരത്ത് പോലുമില്ല. എന്തായിരുന്നു കാരണം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ? പറയാം. ജനാധിപത്യം അപകടത്തിലാണത്രേ. ഫെഡറൽ സംവിധാനം തകർന്നു പോയത്രേ. കാരണം മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട മരുമകൻ, അതായത് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല. ഒരു മന്ത്രിയെ വിളിച്ചില്ലെങ്കിൽ ഉടനെ സകല മന്ത്രിമാരും പരിപാടി ബഹിഷ്കരിക്കുക. ഇതൊരു സർക്കാരാണോ അതോ ഒരു കുടുംബശ്രീ യൂണിറ്റ് ആണോ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ അവിടെ എന്താ തെറ്റ്, അല്ലെ? സത്യത്തിൽ ഈ മാൻഡ്രേക്ക് പ്രഭാവമുള്ളവർ വരാതിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, കൊച്ചിയിലെ ആ ചടങ്ങ് അതീവ ഐശ്വര്യത്തോടെയും ഗംഭീരമായി നടന്നു തീർന്നു. ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ജനങ്ങളുടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. അവരുടെ പ്രതികരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 67,000 കോടിയുടെ പദ്ധതിയിൽ വെറും 5,500 കോടി ഇവർക്ക് ഇത്രയും വലിയ ജാടയാണെങ്കിൽ ബാക്കി 62,000 കോടി രൂപയും മുടക്കി കേന്ദ്ര സർക്കാരിന് എത്രത്തോളം അഭിമാനിക്കാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ വികസന രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പുകളെ കുറിച്ചാണ്. നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ ദേശീയപാത അഥവാ നാഷണൽ ഹൈവേയെ കുറിച്ച് ചില അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കാം. ശ്രദ്ധിച്ചു കേട്ടോളൂ. നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് ദേശീയപാതയും സംസ്ഥാന പാതയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അഭിനയിക്കുകയാണോ എന്ന് സംശയമുണ്ട്. ദേശീയപാത എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തത്തിലുള്ള പദ്ധതിയാണ്. NHAI അഥവാ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇതിന്റെ നിർമ്മാണവും മേൽനോട്ടവും വഹിക്കുന്നത്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്ത് നൽകുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. പല സംസ്ഥാനങ്ങളും ഇത് സൗജന്യമായി അല്ലെങ്കിൽ വളരെ കുറഞ്ഞ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം ആ റോഡ് വരുന്നത് വഴി ആ സംസ്ഥാനത്തിന്റെ വികസനമാണല്ലോ നടക്കുന്നത്. ആ ബോധം ചില സംസ്ഥാനങ്ങൾക്കുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടെ ഭൂമിക്ക് പൊന്നും വിലയാണ്, ജനസാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഭൂമി ഏറ്റെടുക്കാൻ വലിയ തുക വേണം. ഇവിടെയാണ് കേന്ദ്ര സംസ്ഥാന തർക്കം തുടങ്ങിയത്. കേന്ദ്രം പറഞ്ഞു, ഞങ്ങൾ റോഡ് പണിയാം, പക്ഷേ ഭൂമി ഏറ്റെടുക്കൽ ചെലവ് നിങ്ങൾ വഹിക്കണം. അന്ന് നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസംഗിച്ചത് എന്താണെന്നറിയാമോ? ദേശീയപാത വികസനം കേരളത്തിന്റെ അവകാശമാണ്, കേന്ദ്രം അത് സൗജന്യമായി ചെയ്യണം, പക്ഷേ റോഡ് പണി തുടങ്ങണമെങ്കിൽ ഭൂമി വേണം. ഒടുവിൽ ഗത്യന്തരമില്ലാതെ തന്നപ്പോഴാണ് 25% തുക സംസ്ഥാനം വഹിക്കാമെന്ന് കരാർ ഒപ്പിട്ടത്. 27,000 കോടി രൂപയായിരുന്നു NH-66 ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി വന്ന ആകെ തുക. അതിന്റെ 25% എന്ന് പറഞ്ഞാൽ ഏകദേശം 6,750 കോടി രൂപ. എന്നാൽ നമ്മുടെ പിണറായി സർക്കാർ എന്ത് ചെയ്തു? 5,500 കോടി രൂപ നൽകി കഴിഞ്ഞപ്പോൾ കൈമലർത്തി. ഇനി തരാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല, ഒന്നുമില്ല, ബാക്കി നിങ്ങൾ തന്നെ ഇട്ടോ എന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയോട് ഇവർ പറഞ്ഞു. പോരാത്തതിന് പണം നൽകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റോഡ് നിർമ്മാണത്തിന് വരുന്ന സിമന്റ് കമ്പി തുടങ്ങിയവരുടെ GST എങ്കിലും ഒഴിവാക്കി തരാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു. അതിന് നമ്മുടെ സർക്കാർ തയ്യാറായില്ല. വിഹിതം നൽകാൻ കാശില്ല, നികുതി ഇളവ് നൽകാൻ മനസ്സില്ല. എന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് തങ്ങൾ അവഗണിച്ചു എന്ന്. കമ്മ്യൂണിസ്റ്റ് IT സെല്ലുകളുടെ പ്രധാന പണിയാണ് ക്യാപ്സ്യൂൾ ഇറക്കുക എന്നത്. നിങ്ങൾക്ക് അറിയാത്തൊന്നുമല്ലല്ലോ. ദേശീയപാത വികസനം കേരളത്തിൽ നടന്നത് മുഖ്യമന്ത്രിയുടെ ഇരട്ടച്ചങ്കും ഇടപെടലും കൊണ്ടാണെന്നാണ് ഇവരുടെ പ്രധാന തള്ളൽ. എന്നാൽ സത്യം എന്താണ്? കേന്ദ്രം 62,000 കോടി രൂപ മുടക്കി പണിയുന്ന റോഡിന് വെറും 5,500 കോടി നൽകിയ സംസ്ഥാന സർക്കാർ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും എടുക്കാൻ നോക്കുകയാണ്. ഇവിടെയാണ് മറ്റൊരു വമ്പൻ തമാശ. ഈ 5,500 കോടി രൂപ എവിടെ നിന്നാണ് വന്നത്? അത് സർക്കാർ നേരിട്ട് നൽകിയതല്ല, മറിച്ച് കിഫ്ബി വഴിയാണ് നൽകിയത്. കാശില്ല. കേന്ദ്ര സർക്കാരിന്റെ ഓഡിറ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ വരെ പോയി വാദിച്ചത് എന്താണ്? കിഫ്ബി ഒരു സ്വതന്ത്ര കോർപ്പറേറ്റ് ബോഡിയാണ്, അതിന് സംസ്ഥാന സർക്കാരുമായി ബന്ധമില്ല എന്ന്. നോക്കൂ, സൗകര്യത്തിനനുസരിച്ച് വേഷം മാറുന്ന രാഷ്ട്രീയമാണിത്. ഓന്ത് പോലും ഇതിനേക്കാൾ മെച്ചമാണ്. കിഫ്ബി എടുത്ത കടം സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ വരുമെന്ന് കേന്ദ്രം പറഞ്ഞപ്പോൾ കിഫ്ബി അന്യനായി. ഇപ്പോൾ വികസനത്തിന്റെ ഉദ്ഘാടനം വന്നപ്പോൾ കിഫ്ബി സ്വന്തമായി. കിഫ്ബി എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന് ഇത്ര വലിയ അവകാശവാദം? കിഫ്ബി കൊടുത്ത പണം തിരിച്ചു പിടിക്കാൻ ടോൾ ഏർപ്പെടുത്താൻ നീക്കം നടത്തുന്നതും ഇതേ സർക്കാർ തന്നെയല്ലേ? ഈ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കാൻ റിയാസ് മന്ത്രി പറഞ്ഞ ന്യായം കേട്ടാൽ ചീരി വരും. എന്നെ ക്ഷണിച്ചില്ല, ഇത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്ന്. കേരളത്തിൽ ഇതിനു മുമ്പും കേന്ദ്ര പദ്ധതികൾ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്, അല്ലാതെ ഇവിടെ കാര്യമായിട്ടൊന്നും ഇല്ല, അറിയാലോ. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മെട്രോമാൻ E ശ്രീധരനെ വേദിയിൽ നിന്നും ഒഴിവാക്കാൻ നോക്കിയവരാണ് ഇവർ എന്ന് നമ്മൾ മറന്നിട്ടില്ല.
അന്ന് ആ ചടങ്ങിൽ അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പങ്കെടുത്തതിനെ നടപ്പുദീനം എന്ന് വിളിച്ച് കളിയാക്കിയവരാണ് ഈ CPM-കാർ. ഇപ്പോൾ ഇതാ ഒരു ദേശീയപാത ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി വരുമ്പോൾ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും ഗവർണറെയും ക്ഷണിച്ചിരിക്കുന്നു. അതാണ് പ്രോട്ടോകോൾ. പക്ഷേ മുഖ്യമന്ത്രിയുടെ മരുമകനെ കൂടെ വേദിയിൽ കയറ്റിയില്ല. ഇതാണ് ഇവരുടെ പരാതി. മന്ത്രി മുഹമ്മദ് റിയാസ് വലിയൊരു റോഡ് വിദഗ്ധനായിരിക്കാം, പക്ഷേ ഒരു കേന്ദ്ര സർക്കാർ പരിപാടിയിൽ ആര് ക്ഷണിക്കണം എന്നത് ആ മന്ത്രാലയത്തിന്റെ തീരുമാനമാണ്. മാത്രമല്ല, അന്ന് ഇത് പൊളിഞ്ഞു വീണപ്പോ ക്രെഡിറ്റ് ഒക്കെ പൊടി തട്ടി ഓടിപ്പോയതും ഇതേ മുഹമ്മദ് റിയാസ് അല്ലേ? ഒരു വ്യക്തിയെ വിളിച്ചില്ല എന്ന കാരണത്താൽ ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭ ഒന്നടങ്കം മാറി നിൽക്കുന്നത് എത്രമാത്രം തരം താഴ്ന്ന രാഷ്ട്രീയമാണ്. ഇതാണോ ഇവർ പറയുന്ന ഫെഡറലിസം? അർത്ഥം അറിയാമോ? പിണറായി വിജയൻ വരാതിരുന്നത് കൊണ്ട് ആർക്കാ നഷ്ടം? സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ലാഭമേ ഉണ്ടായുള്ളൂ. അദ്ദേഹത്തിന്റെ കൂടെയുള്ള സകല പ്രോട്ടോകോൾ ബാധ്യതകളും ആ ചടങ്ങിൽ നിന്ന് ഒഴിവായല്ലോ. വലിയൊരു വികസന മുന്നേറ്റം നടക്കുമ്പോൾ അവിടെ സന്തോഷിക്കാൻ മനസ്സില്ലാത്തവർ മാറി നിൽക്കുന്നതാണ് നല്ലതും. നമുക്ക് ചില കണക്കുകൾ ഒന്ന് ലളിതമായി പരിശോധിക്കാം. NH-66 ആകെ നിർമ്മാണ ചെലവ് എത്രയാണെന്ന് അറിയാമോ? ഏകദേശം 67,800 കോടി രൂപ. കേന്ദ്ര സർക്കാർ അഥവാ NHAI വഹിക്കുന്നത് 62,300 കോടി രൂപ. കേരള സർക്കാർ നൽകിയത് 5,500 കോടി രൂപ. ഇനി നിങ്ങൾ പറയൂ, ഇതിൽ ആർക്കാണ് കൂടുതൽ അവകാശം? 62,000 കോടി മുടക്കുന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ക്ഷണിക്കാതെ ഇവിടെ എത്രയോ ചടങ്ങുകൾ നടന്നിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ പദ്ധതികൾ സ്വന്തം പേരിൽ പോസ്റ്റർ അടിച്ച് വിതരണം ചെയ്യുന്നവരിൽ മിടുക്കന്മാരാണ് നമ്മുടെ പിണറായിയും കൂട്ടരും. കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകുന്ന 6,000 രൂപയുടെ പെൻഷൻ പദ്ധതി ഓർമ്മയുണ്ടോ? അത് സംസ്ഥാന സർക്കാർ നൽകുന്നതാണെന്ന് വരുത്തി തീർക്കാൻ മുഖ്യമന്ത്രിയുടെ പടം വെച്ച് പോസ്റ്റർ അടിച്ചവരാണ് ഈ നാണമില്ലാത്ത കേരള സർക്കാർ. റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരിക്കുമ്പോൾ അതിൽ തങ്ങളുടെ വിഹിതമുണ്ടെന്ന് വരുത്താൻ നോക്കുന്നവരും ഇവർ തന്നെയാണ്. അങ്ങനെ സകല കേന്ദ്രത്തിന്റെ എന്ത് പദ്ധതി വന്നാലും ഇവർ ഈ ഫോട്ടോ ഒട്ടിക്കും. പക്ഷെ പണം മുടക്കാൻ വരുമ്പോൾ മാത്രം ഇവർ പറയും ഞങ്ങൾ പാവങ്ങളാണ്, പണമില്ല എന്ന്. ഒന്നും പറയുന്നില്ല. മലയാളികൾക്കിടയിൽ ഒരു തമാശയുണ്ട്. മാൻഡ്രേക്ക് ചിലർ എവിടെ ചെന്നാലും അവിടെ അലങ്കോലമാകും എന്നൊരു പൊതുധാരണ. നമ്മുടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പല ചടങ്ങുകളും വിവാദങ്ങളിൽ കലാശിക്കാറുണ്ട്. കരിങ്കോടി പ്രതിഷേധങ്ങൾ, ജനങ്ങളെ വഴിയിൽ തടയൽ, ആകാശത്ത് കൂടിയുള്ള യാത്രകൾ, ഇങ്ങനെ പലതും. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ ചടങ്ങ് നടന്നപ്പോൾ കേരളം കണ്ടത് രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വികസന ഉത്സവമായിരുന്നു. മുഖ്യമന്ത്രിയും മരുമകനും വരാതിരുന്നത് കൊണ്ട് അവിടെ ഒരു കുറവും തോന്നിയില്ല. ഗംഭീരമായി ജനങ്ങളും സന്തുഷ്ടരായിരുന്നു. പകരം സമാധാനപരമായ ആവേശകരമായ ഒരു അന്തരീക്ഷം അവിടെ നിലനിന്നു. ഇതിനെയാണ് നമ്മൾ ഐശ്വര്യം എന്ന് വിളിക്കുന്നത്. വികസനം വരുമ്പോ അത് നാടിന് വേണ്ടിയാകണം, അല്ലാതെ ഒരു പ്രത്യേക കുടുംബത്തിന്റെയോ പാർട്ടിയുടെയോ വളർച്ചയ്ക്ക് വേണ്ടിയാകരുത്. അത് ഇപ്പൊ കേരളത്തിൽ അങ്ങനെയാണല്ലോ. ഭാരത് ബന്ദ് എന്ന് പറഞ്ഞാൽ കേരളം മൊത്തം അടച്ചുപൂട്ടുന്ന കമ്മ്യൂണിസ്റ്റ് സഹോദരങ്ങൾക്ക് ദേശീയ വികസനത്തിന്റെ പ്രാധാന്യം മനസ്സിലാകില്ല. അവർക്ക് വേണ്ടത് മൈലേജ് ആണ്. അത് കിട്ടിയില്ലെന്ന് കണ്ടപ്പോ ബഹിഷ്കരണം എന്ന ആയുധം എടുത്തു. പക്ഷെ ജനങ്ങൾ വിഡ്ഢികളല്ല, അവരാരും മൈൻഡാക്കിയില്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ശരിയാണ്. വികസനം കേരളത്തിന്റെ അവകാശമാണ്. പക്ഷെ ആ അവകാശം നടപ്പിലാക്കാൻ പണം മുടക്കുന്ന കേന്ദ്ര സർക്കാരിനെ അപമാനിക്കുന്നത് ശരിയാണോ? നിങ്ങളോ ഇവിടെ ഒരു വികസനവും നടപ്പിലാക്കുന്നില്ല. നടപ്പിലാക്കുന്നവരെങ്കിലും ചെയ്തോട്ടെ. 67,000 കോടിയുടെ പദ്ധതി കേരളത്തിന് ലഭിച്ചത് ഇവിടെ BJP ഭരിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് മോദി സർക്കാർ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തുല്യമായ വികസനം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. കേരളത്തിലെ റോഡുകൾ കുണ്ടും കുഴിയും നിറഞ്ഞു കിടക്കുമ്പോൾ ദേശീയപാത 66 വികസനം പൂർത്തിയാകുന്നതോടെ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ എത്താൻ സാധിക്കും. ഇത് സാധ്യമാക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ്. ഈ വികസനത്തിന്റെ പാതയിൽ ഒരു കല്ല് പോലും ഇടാത്തവർ ഇന്ന് അതിന്റെ ക്രെഡിറ്റ് ചോദിച്ചു വരുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുന്നു. റിയാസ് മന്ത്രിയെ വിളിച്ചില്ല എന്നത് കേരളത്തോടുള്ള അപമാനമാണെങ്കിൽ 62,300 കോടി രൂപ നൽകി കേന്ദ്ര സർക്കാരിനെ ഓരോ ചുവടിലും തടയാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടി ഭാരതത്തോടുള്ള അപമാനമല്ലേ? സത്യം പറഞ്ഞാൽ വരുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ അച്ഛനും മരുമോനും ഉണ്ടാവരുതെന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഇടതുപക്ഷം എപ്പോഴും പയറ്റുന്ന ഒരു തന്ത്രമുണ്ട്, ഇരവാദം. കേന്ദ്രം ഞങ്ങളെ അടിച്ചമർത്തുന്നു, ഫണ്ട് തരുന്നില്ല, അവഗണിക്കുന്നു. ഇതാണ് സ്ഥിരം പല്ലവി. എന്നാൽ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകും, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിന് ലഭിച്ച കേന്ദ്ര വിഹിതത്തിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ദേശീയപാതയുടെ കാര്യത്തിൽ മാത്രം 25% തുക സംസ്ഥാനം നൽകാമെന്ന് പറഞ്ഞത് പിണറായി വിജയൻ തന്നെയാണ്. കരാറിൽ ഒപ്പിട്ട ശേഷം പണമില്ല എന്ന് പറയുന്നത് വിശ്വാസവഞ്ചനയല്ലേ? പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുള്ളൂ, ബാക്കിന് വരെയില്ലല്ലോ. എന്നിട്ടും പദ്ധതി മുടങ്ങാതിരിക്കാൻ കേന്ദ്രം ആ തുക കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോയി. അതിന് നന്ദി പറയുന്നതിന് പകരം പ്രതിഷേധിക്കുന്നത് ശരിയായ നടപടിയാണോ? സത്യത്തിൽ സ്വന്തം കഴിവുകേട് മറച്ചു പിടിക്കാനാണ് ഇവർ ഈ ബഹിഷ്കരണം ഒരു മറയാക്കുന്നത്. ജനങ്ങൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇത് ആര് പണിഞ്ഞതാണെന്ന്. അന്ന് മുഖ്യമന്ത്രിയുടെ പടം വെച്ച് പോസ്റ്റർ ഒട്ടിക്കാൻ ആരും വരില്ല. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് പ്രബുദ്ധരാണ്. ആര് വികസനം കൊണ്ടുവരുന്നു, ആരതിനെ തടയാൻ ശ്രമിക്കുന്നു എന്ന് അവർക്ക് നല്ലപോലെ അറിയാം, വ്യക്തമായി അറിയാം. കൊച്ചിയിലെ ആ വികസന വിരുന്ന് ഗംഭീരമായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കേരളത്തിന് വലിയൊരു ഊർജ്ജമാണ് നൽകിയത്. നമ്മുടെ ഭരണാധികാരികൾ മാറി നിന്നത് നന്നായി. കാരണം അവരുടെ സാന്നിധ്യത്തെക്കാൾ ഇന്ന് കേരളം ആഗ്രഹിക്കുന്നത് വികസനത്തിന്റെ വേഗതയാണ്. മരുമകനെ വിളിച്ചില്ല എന്ന പരാതിയുമായി ഇവർ ഇനിയും ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് ബാക്കി റോഡുകൾ കൂടി കേന്ദ്രം പണിഞ്ഞു തീർക്കും.
ഇതിനെയാണ് മോദി ഗ്യാരണ്ടി എന്ന് വിളിക്കുന്നത്. പറഞ്ഞത് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ കേന്ദ്രത്തിലുള്ളപ്പോ കേരളത്തിന് ഇനി ഒന്നും ഭയപ്പെടേണ്ടതില്ല. എന്നാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു വ്യക്തിയെ വിളിച്ചില്ല എന്ന കാരണത്താൽ ഒരു നാടിന്റെ വികസന ചടങ്ങ് ബഹിഷ്കരിച്ച മുഖ്യമന്ത്രിയുടെ നടപടി ശരിയാണോ? ഇവിടേക്ക് ഈ വാക്കിന് വിലയില്ലായ്മയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.